പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു. സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 2 ഇറാനിയൻ ജനറൽമാർ ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇസ്രായേലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സിറിയയും ഇറാനും രംഗത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാനും ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തിങ്കളാഴ്ച ദക്ഷിണ ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഈ സംഭവത്തിൽ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥൻ ഇറാനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയിരുന്നു. ആക്രമണത്തിന് ഇറാൻ ഇസ്രായേലിനോട് പകരം ചോദിക്കുമെന്നാണ് വിലയിരുത്തൽ. കനത്ത തിരിച്ചടി തന്നെ ഇസ്രായേലിന് നേർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹിസ്ബുള്ളയെ ഇസ്രായേലിനെതിരെയുള്ള ആയുധമായി ഇറാൻ ഉപയോഗിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇസ്രായേലിനെതിരെ ആക്രമണം വ്യാപിപ്പിക്കാൻ നിർദ്ദേശം നൽകിയേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാൻ എംബസി ഉൾപ്പെടുന്ന മേഖലയിലാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ 6 മിസൈലുകൾ വർഷിച്ചതായാണ് റിപ്പോർട്ട്. ഡമാസ്കസിലെ മെസ്സ ജില്ലയിലാണ് തിങ്കളാഴ്ച ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 3 സീനിയർ കമാൻഡർമാരും കൊല്ലപ്പെട്ടതായാണ് വിവരം. ഇറാനിയൻ എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ അംബാസിഡർ ഹുസൈൻ അക്ബാരി പരിക്കുകൂടാതെ രക്ഷപ്പെട്ടു. സീനിയർ കമാൻഡർ മുഹമ്മദ് റീസ സെഹാദിയും മരിച്ചു. സിറിയയിലെ ഇറാനിയൻ സൈനിക കേന്ദ്രത്തിനു നേരെ ഇസ്രായേൽ മുമ്പും ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് എംബസിക്ക് നേരെ ആക്രമണം നടത്തുന്നത്. അതിനിടെ ലെബനീസ് തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ള ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. റഷ്യ, ഇറാഖ്, ജോർദാൻ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിച്ചു. സിറിയൻ വിദേശകാര്യമന്ത്രി ഫൈസൽ മെഗ്ദാദ് ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. അതിക്രൂരമായ തീവ്രവാദി ആക്രമണം നടന്നതായാണ് അദ്ദേഹം പ്രതികരിച്ചത്. F-35 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഇറാൻ പറഞ്ഞു. നേരത്തെയും ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ള നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇറാനിൽ നിന്നുള്ള ആയുധ നീക്കം തടയുകയാണെന്നും അഭിപ്രായമുണ്ട്. സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കമാൻഡർ അടക്കം ഒട്ടേറെ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. പ്രധാന എംബസി കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് സമുച്ചയം ആക്രമണത്തിൽ തകർന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ സീനിയർ കമാൻഡർ മുഹമ്മദ് റസ സഹേദി അടക്കം 5 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഡമാസ്കസിലെ മെസ്സെ ജില്ലയിലാണ് ഇറാൻ എംബസി സ്ഥിതി ചെയ്യുന്നത്. സഹേദിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് കരുതുന്നത്. അതിനിടെ ഗാസയിലെ ഷിഫ ആശുപത്രി തകർത്ത ശേഷം ഇസ്രായേൽ 2 ആഴ്ചത്തെ സൈനിക നടപടി അവസാനിപ്പിച്ച് പിൻവാങ്ങി. സൈനിക നടപടി ലക്ഷ്യം കണ്ടെന്നും പ്രധാന നേതാക്കൾ ഉൾപ്പെടെ 200 ഹമാസ് പ്രവർത്തകരെ വധിക്കുകയും 900 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്നും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഹമാസിനെതിരായ സൈനിക നടപടി തെക്കൻ ഗാസയിലെ റഫ നഗരത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് ഇസ്രായേൽ US-മായി ചർച്ച നടത്തി. 13 ലക്ഷത്തോളം ഫലസ്തീൻകാർ അഭയം തേടിയിട്ടുള്ള റഫ ആക്രമിക്കരുതെന്നും UN പ്രമേയം മാനിച്ച് വെടിനിർത്തലിന് തയ്യാറാകണമെന്നുമാണ് US നിലപാട്.